ഇപ്പം എന്നോട് വേറൊരാള് പറഞ്ഞ് ചോദിക്കുന്നതാണ്. അതായത് കുറച്ചധികം റോള് കിട്ടിയത് മുഴുവൻ നെഗറ്റീവ് കഥാപാത്രങ്ങള്. അതായത് ഇപ്പം ഷോർട്ട് ഫിലിമിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുറെ അധികം ഷോർട്ട് ഫിലിം കണ്ടതൊക്കെ നെഗറ്റീവാണ്. അപ്പൊ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നിയെന്ന് ചോദിക്കാൻ പറ്റും. ഇല്ല ഇല്ല ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ചിന്തിക്കുമായിരുന്നു അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള അത് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് അല്ലേ. അപ്പം നമുക്ക് ഒരു ദിവസത്തിന് കുറേ കണ്ടന്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളത് കൊണ്ട് അല്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ എന്തായാലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സിനിമയിൽ വർക്ക് ചെയ്ത കഥാപാത്രങ്ങളൊന്നും അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുകൾ ചെയ്തിട്ടില്ല. അതെ, ഇതിനകത്തും ഇപ്പം മീഡിയ റിലേറ്റഡ് ഒരു കണ്ടന്റ് വരുന്നതാണല്ലോ. അപ്പൊ അതിനകത്ത് എങ്ങനെയാ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ ആണോ, എങ്ങനെയാ? റിപ്പോർട്ടർ അല്ല ഞാൻ ആക്ച്വലി. ഇപ്പൊ നിങ്ങൾ നമ്മുടെ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ആക്ച്വലി സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് റൺ ചെയ്യുന്ന ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ മെയിനായിട്ട് റിപ്പോർട്ടറായിട്ടൊക്കെ എനിക്കൊരു ചോദ്യം, ഈ വീണ്ടും അതെന്നെ എടുത്തിട്ടേക്കുന്നു. അപ്പൊ സിൻസിയറും പ്രമോദേട്ടനുമാണ് മീഡിയ പേഴ്സണാലിറ്റി ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നത്. മീഡിയയുടെ കാര്യങ്ങളാണ്. ഒരു മീഡിയ ഇപ്പം പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മീഡിയ എത്രത്തോളമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ചില നെഗറ്റീവായിട്ട് ചെയ്യുന്നതും. ഇപ്പം നാരദ എന്ന സിനിമ എടുത്ത് നോക്കുകയാണ്, മീഡിയയുടെ ഒരു നെഗറ്റീവ് വശം എടുത്ത് കാണിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് സമൂഹം ഫേസ് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണ് മീഡിയയെ കാണിക്കുന്നത്? നമ്മുടെ സിനിമയില് നോർമലി ഇപ്പൊ മലയാള സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ക്യാരക്ടേഴ്സിനോ അതല്ലെങ്കിൽ ഒരു മീഡിയ കൈൻഡ് ഓഫ് സ്റ്റോറീസിലോ ഒന്നും വന്നിട്ടുള്ള ഒരു പാറ്റേൺ അല്ല. ഇത് കുറച്ച് ഒരു മൾട്ടി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറുമാണ്. എക്സാക്ട് ഒരു മീഡിയ ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ മീഡിയ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്റ്റോറി ലൈനും അല്ല. നമുക്ക് കുറച്ചധികം എലമെന്റ്സ് വന്നിട്ടുണ്ട്. വേറെ നേരത്തെ ഇപ്പൊ ക്രിസേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല ഇഷ്യൂസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു മീഡിയ പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ആയിരിക്കാം. ബട്ട് നമ്മളപ്പോഴൊക്കെ ഈ ഏത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ വിഷയത്തിന് ഫോക്കസ് കൊടുത്തിട്ട് ആ വിഷയത്തിന്റെ ആധികാരികത എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ മീഡിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക ചാനലിന്റെ ഷോട്ടുകൾ, ചാനലിന്റെ ഉൾഭാഗങ്ങൾ, അങ്ങനത്തെ ഒരു രീതി നമ്മുടെ മനസ്സിൽ വരും. ഇതൊരു ന്യൂസ് മീഡിയ തന്നെയാണ്, എങ്കിലും ചാനലിന്റെ ഉള്ളിലുള്ള ഒരു സെക്ഷൻ അല്ല നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ പോലെ ക്യാമറയും ഇതൊക്കെ ആയിട്ട് നമ്മൾ ചാനലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഷൂട്ടിനായിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകും. ആ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് കണക്ട് ചെയ്യുന്നത്. ചാനലും അല്ലെങ്കിൽ ചാനലിന്റെ ഉള്ളുമായിട്ട് ഓഫീസ് സെറ്റപ്പുമായിട്ട് ഒരു ബന്ധവും നമ്മൾ സിനിമയിൽ പറയുന്നില്ല. ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം, പല ഷൂട്ടിന് പോകുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതിനോട് അവർ അതിനെ തരണം ചെയ്ത് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമയിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയത്, മുതിർന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിം പിന്നെ ക്രിസ്റ്റീന ചെറിയാൻ, ഇവര് രണ്ടുപേരും നമ്മുടെ സിനിമയിൽ നല്ല 2 ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറയണേ, ഈ മീഡിയ പേഴ്സൺസ് നേരത്തെ പറഞ്ഞല്ലോ, അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് ചോദിച്ചല്ലോ. എനിക്ക് തോന്നുന്നത് 2 സൈഡിൽ നിന്ന് നോക്കുമ്പോഴും 2 രീതിയിലും നമുക്ക് വേണമെങ്കിൽ കാണാം. ഒന്ന്, ഈ റിപ്പോർട്ടർ ഒരു സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം മറ്റുള്ള റിപ്പോർട്ടേഴ്സ് കാണാത്ത ആംഗിളിൽ കൂടെ അത്തരം കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ്, മാധ്യമങ്ങളുടെ മുന്നിലേക്കും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് അങ്ങനെ ഒരു എത്തിക്സ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് സിൻസിയർ ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ അവിചാരിതമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് മാത്രം. അങ്ങനെ അത് നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് തോന്നുന്നു. എനിക്ക് ഒക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടത്. പൊതുവെ ഏതൊരു ആർട്ടിസ്റ്റോട് ചോദിച്ചാലും പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ സിനിമാ നടിയാണോ സിനിമാ നടനാണോ എന്നൊക്കെ ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളതാണ് ഒരു ഡ്രീം.
ഇപ്പോൾ ഡയനയുടെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യുന്നുണ്ട്, സീരിയൽ ചെയ്യുന്നുണ്ട്, വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ്, സിനിമ, കരിയർ കൃത്യമായിട്ട് സിനിമ നോക്കാതെ എല്ലാത്തിലും പർട്ടിക്കുലർ നോക്കാതെ എല്ലാം ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യുക കരിയർ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയുള്ള ഉപദേശം കിട്ടിയിട്ടുണ്ട്, സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നൊക്കെ. അത് തീർച്ചയായിട്ടും ഒരു വെൽവിഷന്റെ ഉപദേശമാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വ്യൂവേഴ്സ് എന്നുള്ള സ്പ്ലിറ്റ് ആയിരിക്കുവാണ്. നമുക്കൊരു വൈഡ് നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഓൺലൈൻ മീഡിയാസിനുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിനുണ്ട്, OTT പ്ലാറ്റ്ഫോംസിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് മൂവീസും ഷോർട്ട് വീഡിയോസും ഒക്കെ ഞാൻ ചെയ്യുന്നത്. ടെലിവിഷനിൽ അതൊരു വേറെ ടൈപ്പ് ഓഫ് വ്യൂവേഴ്സാണ്, കുടുംബ പ്രേക്ഷകരുണ്ട്. അപ്പോൾ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ആങ്കറായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിൽ ആർട്ടിസ്റ്റായിട്ടോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു സെറ്റ് ഓഫ് വ്യൂവേഴ്സിന് ലഭിക്കുന്നു. പിന്നെ സിനിമ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. നമ്മളെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യവും സ്വപ്നവുമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് സിനിമകളും ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്യുന്നതിന് പകരം പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ജോലി നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സ്റ്റേജ് ആങ്കറിംഗ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഒരു ബോറിംഗ് അല്ലാണ്ട് നമ്മുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ പേഴ്സണലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ ഐ ആം ഡൂയിങ് റൈറ്റ് നൗ. സോ അങ്ങനെ ഒരു താളത്തിൽ ഒരിക്കലും പോയിക്കൊണ്ടിരിക്കുന്നു. സിനിമാ താരങ്ങള് കുറച്ച് ഈഗോ കൂടുതലുള്ള ആൾക്കാരാണെന്ന് കേട്ടില്ല. ഇപ്പം ഡയാന ഇപ്പൊ ആ ഈഗോ ഒട്ടും ഇല്ലാത്ത ഒരാളാണെന്നുള്ളതാണോ പറഞ്ഞത്? അതായത് കുറച്ച് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴെ കുറച്ച് കുറഞ്ഞ റോളൊന്നും ചെയ്യാൻ പോകാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ഈഗോ കാണിക്കാറുണ്ടോ? അല്ലല്ല, പൊതുവെ സിനിമ താരങ്ങളുടെ ഒരു പൊതുവെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ എല്ലാവരും കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ അവർ ചിന്തിക്കുമായിരിക്കും ഇപ്പം നമ്മൾ ഈ ഒരു റേഞ്ചിലെ റോൾസ് ചെയ്തു, അതുപോലുള്ള റോൾസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കരിയർ നല്ലത് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നവരുണ്ടായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ, ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ എനിക്കൊരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ പ്രശസ്തി അത്രയും ലഭിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ സാലറി അത്ര കിട്ടുന്നുണ്ടായിരുന്നില്ലായിരിക്കാം, പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ വ്യക്തിപരമായ കാര്യമാണ്. ഒരുപക്ഷെ അവർക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ വ്യക്തിപരമായ ഒരു തീരുമാനവും ഒക്കെയാണ്, അല്ലേ?